മതി, ഈ ജന്മത്തിലെല്ലാം അവസാനിച്ചു. എന്താണ് ബ്രോ, ആത്മഹത്യയുള്ള പരിപാടിയാണോ? അങ്ങനെ ആണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വാ, എന്തായാലും ഇപ്പോ ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ, കാര്യം പറഞ്ഞിട്ട് പോ. ഇപ്പോഴാകുമ്പോ കുറച്ച് സമാധാനം കിട്ടും. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ, പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. കുടുംബം രക്ഷിക്കാൻ വേണ്ടി ധാരാളം ബിസിനസ് ചെയ്തു, പക്ഷെ ബിസിനസ്സൊക്കെ പൊട്ടി, ലക്ഷങ്ങളെ കടങ്ങളുമായി. ഏത് കുടുംബത്തിന് വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ടത്, ആ കുടുംബത്തിന് ഇപ്പൊ എന്നെ വേണ്ടാതായി. അതിന് ഈ ആത്മഹത്യ മാത്രമേ ഉള്ളൂ ഒരു വഴി. കടക്കാർ കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യ, കുടുംബക്കാരാണെങ്കിൽ ആരും എന്നെ അടുപ്പിക്കണമില്ല. എനിക്ക് ആകെ ഉള്ളൊരു വഴി ഇതേ ഉള്ളൂ, വേറൊരു വഴിയില്ല. ബ്രോയെ, ഈ ഉപനിഷത്തുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ആര് വായിക്കാൻ, വെറുതെ മനുഷ്യനെ പറ്റിക്കാനായിട്ട്. അതെ ബ്രോ, ഞാൻ എല്ലാം വിശ്വസിക്കണമെന്ന് പറയില്ല, പക്ഷെ ചിലത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഉദാഹരണത്തിന്, ദൈവം ബ്രോയ്ക്ക് ഇപ്പം ഒരു 80 വയസ്സാണ് ആയുസ് തന്നിട്ടുള്ളതെന്ന് വിചാരിച്ചു. കടം കാരണമാണ് ബ്രോ ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ കടം ബ്രോ മറികടക്കേണ്ടതുണ്ട്. ബ്രോയുടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ, ആത്മാവ് അവിടെ തന്നെ ഉണ്ട്. ഈ കടത്തോടു കൂടി തന്നെ ആ ആത്മാവിനെ പിന്നെയും ജീവിക്കണം. അപ്പൊ ആത്മാവ് വേറൊരു ശരീരം കണ്ടെത്തും. ഇതിനെക്കാട്ടിൽ ഇരട്ടി കടമുള്ള ഒരാളായിട്ടായിരിക്കും ബ്രോ പിന്നെ ജനിക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ നിന്ന് ബ്രോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ, അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കണം, ചുമ്മാ വെറുതെ. ഇതിലൊക്കെ വലിയ സത്യമുണ്ട് ബ്രോ. ചില ആത്മാക്കൾക്ക് അവർക്ക് പറ്റിയ ശരീരം കിട്ടില്ല. അവരുടെ സമയം കഴിയുന്നവരെ അവരിങ്ങനെ അലഞ്ഞു നടക്കും. ശരീരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആരുടെങ്കിലും പോയി സങ്കടമെങ്കിലും പറയാം. ഒരു ആത്മാവിന് ആരെടുത്ത് പോയി സങ്കടം പറയാൻ പറ്റും? ഓരോ നിമിഷവും വേദനിച്ച് വേദനിച്ച് അലയേണ്ടി വരും. ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ ബ്രോ? ഓരോ നിമിഷവും വേദനിച്ച് വേദനിച്ച് അലയേണ്ടി വരും.